മൈ ഡിയർ സ്റ്റുഡൻറ്, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ വരുമാനം കാണുമ്പോൾ വളരെ അത്യാവശ്യമായി മനസ്സിലാക്കി വെക്കേണ്ട മൂന്നാശയങ്ങളാണ്. ദേ ആർ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസസ്, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസസ് ആൻഡ് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. കമ്പോള വിലയിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത്, അടിസ്ഥാന വിലയിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത്, ഘടക ചെലവിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത്. ഈ മൂന്ന് ആശയങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് നടത്തുന്ന ഏജൻസി ഏതാണെന്ന് കുട്ടികൾക്കറിയാമോ? അതറിയേണ്ടതുണ്ട്. The name of that agency is Central Statistical Organization. In shortly, it is denoted as CSO. CSO ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാന കണക്ക് ഓരോ വർഷവും നടപ്പിലാക്കുന്നത്. ഈ ഏജൻസി 2015 മുതൽക്ക് 3 മാനദണ്ഡങ്ങളാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കാണുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നത്. 2015 വരെ 2 മാനദണ്ഡങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവ മാർക്കറ്റ് പ്രൈസസ്, ഫാക്ടർ കോസ്റ്റ് എന്നിവയായിരുന്നു. കമ്പോള വിലകളിലും ഘടക ചെലവിലുമായിരുന്നു 2015 വരെ ദേശീയ വരുമാനം കണ്ടുപിടിച്ചത്. എന്നാൽ 2015 ശേഷം CSO ഒരു പുതിയ മാനദണ്ഡം കൂടി കൊണ്ടുവന്നു. അതാണ് ബേസിക് പ്രൈസസ്, അടിസ്ഥാന വിലകളിലുള്ള ദേശീയ വരുമാനം കണക്കാക്കൽ. ഇങ്ങനെയാണ് GVA അറ്റ് മാർക്കറ്റ് പ്രൈസസും GVA അറ്റ് ബേസിക് പ്രൈസസും GVA അറ്റ് ഫാക്ടർ കോസ്റ്റിനെയും നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഈ മാർക്കറ്റ് പ്രൈസസ്, എന്താണ് ഈ ബേസിക് പ്രൈസസ്, അതേപോലെ എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്നുള്ള ചെറിയൊരു ധാരണ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മാർക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് കമ്പോള വിലയാണ്. നമുക്കറിയാം വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ നേരത്തെ എന്ത് മനസ്സിലാക്കിയെടുത്തത്? വാല്യൂ ആഡഡിനെ മനസ്സിലാക്കിയെടുത്തത്, ഓർമ്മയില്ലേ? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ കുറക്കുമ്പോഴാണ് വി വിൽ ഗെറ്റ് വാല്യൂ ആഡഡ്, മൂല്യം കൂട്ടിച്ചേർത്തത്. ആ മൂല്യം കൂട്ടിച്ചേർത്തതിനെയാണ് നമ്മൾ GVA, ഗ്രോസ് വാല്യൂ ആഡഡ് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചത്. അവിടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇൻടു മാർക്കറ്റ് പ്രൈസ്, അല്ലെ? ഉൽപ്പാദിപ്പിച്ച അളവിനെ കമ്പോള വില കൊണ്ട് ഗുണിച്ചിട്ടാണ്, അല്ലെങ്കിൽ സെയിൽസിനെ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് കൊണ്ട് കൂട്ടിയിട്ടാണ്. ഈ 2 തരത്തിലാണ് നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അവിടെ നമ്മൾ കാണുവാൻ ഉപയോഗിക്കുന്ന കമ്പോളത്തിൽ ഉൽപ്പന്നത്തിനുള്ള വിലകളെ നോക്കിക്കൊണ്ടാണ്. കമ്പോളത്തിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിനുള്ള വിലകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതാണ് മാർക്കറ്റ് പ്രൈസസ്. ഗോട്ട് ദ പോയിന്റ്? ഇനി അത് ബേസിക് പ്രൈസസിലേക്ക് മാറ്റുന്നത് എപ്പോഴാ? വില നിലവാരത്തിലുള്ള ചേഞ്ചിനെ നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തിന്റെ വില നിലവാരവുമായി താരതമ്യം ചെയ്യുന്നുവെങ്കിൽ, ഇപ്പൊ 2020 വില നിലവാരത്തെ നമ്മൾ 2015 താരതമ്യം ചെയ്തുകൊണ്ട് വിലയിലെ മാറ്റത്തെ പറയുന്നുവെങ്കിൽ അതാണ് ബേസിക് പ്രൈസസിലുള്ള വിലകൾ എന്ന് വിളിക്കുക. അടിസ്ഥാന വർഷത്തിലുള്ള വിലകൾ 2015 താരതമ്യം ചെയ്യുന്നത്. ആ 2015 ഉൽപ്പന്നത്തിന്റെ വില നിലവാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിക് പ്രൈസസ് എന്ന് വിളിക്കുന്നത്, അടിസ്ഥാന വിലകൾ എന്ന് വിളിക്കുന്നത്. ഇനി അത് ഫാക്ടർ കോസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപാദനത്തിലേക്ക് ഉപയോഗിക്കുന്ന 4 ഉൽപാദന ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ദേ ആർ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന. ഇതാണല്ലോ ഏത് വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിനും ആവശ്യമായ 4 ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ആ 4 ഉൽപാദന ഘടകങ്ങൾ ഉൽപാദനത്തിലേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലങ്ങൾ കൊടുക്കണം. വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ലാൻഡ്? റെന്റ്, അല്ലെ? പാട്ടം, വാടക. വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ലേബർ? ദാറ്റ് ഈസ് വേജ്, കൂലി. വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ക്യാപിറ്റൽ? ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്, പലിശ. വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ഓർഗനൈസേഷൻ? ദാറ്റ് ഈസ് പ്രോഫിറ്റ്, ലാഭം. ഈ 4 ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലങ്ങളുടെ മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ 3 കോൺസെപ്റ്റിൽ മാർക്കറ്റ് പ്രൈസ്, ബേസിക് പ്രൈസസ്, ഫാക്ടർ കോസ്റ്റ്, ഈ 3 അടിസ്ഥാന മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GVA കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ആശയമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദേ ആർ GVA at basic prices, GVA at market prices and GVA at factor cost. ഓക്കെ, രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ ഞാൻ പറഞ്ഞു, തീർച്ചയായും ആ ഉൽപാദനത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന 4 ഉൽപാദന ഘടകങ്ങളിലേക്ക് വീതിക്കപ്പെടും. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന 4 ഉൽപാദന ഘടകങ്ങളുടെ മൂല്യമാണ്. അതായത്
GVA അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ GVA എന്ന് പറയുന്നത് അത് റെന്റിന്റെയും വേജിന്റെയും പ്രോഫിറ്റിന്റെയും ഇൻട്രസ്റ്റിന്റെയും രൂപത്തിലുള്ളതായിരിക്കും. ആ രീതിയിൽ നമ്മൾ ഫാക്ടർ പേയ്മെന്റ്സിന്റെ രൂപത്തിലാണ് വാല്യൂ ആഡഡ് കാണുന്നതെങ്കിൽ that type of value added is known as gross value added at factor cost. അപ്പോൾ GVA at factor cost എന്ന് പറയുന്നത് it is the payments to factors of production. ഉൽപാദനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലങ്ങളുടെ പേയ്മെന്റിനെയാണ്, അതിന് കൊടുക്കുന്ന പേയ്മെന്റ്സുകളെയാണ് നമ്മൾ മൊത്തം ഘടകച്ചെലവിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ GVA 4 ഉൽപാദന ഘടകങ്ങളിലേക്ക് വീതിച്ചു കഴിഞ്ഞാൽ ലാൻഡിന്റെയും ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഓർഗനൈസറുടെയും പ്രതിഫലങ്ങളായി വീതിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് GVA at factor cost എന്ന് വിളിക്കാം. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇൻ ദി GVA at factor cost എനി ടൈപ്സ് ഓഫ് ടാക്സസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രൊഡക്ഷൻ ടാക്സും പ്രൊഡക്റ്റ് ടാക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നികുതികളും ഏതിന്റെ ഭാഗമായി വരില്ല? GVA at factor കോസ്റ്റിന്റെ ഭാഗമായി വരില്ല. അത് പ്രധാനമായി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഈ GVA at factor കോസ്റ്റിൽ നിന്ന് നമുക്ക് GVA at മാർക്കറ്റ് പ്രൈസും GVA at ബേസിക് പ്രൈസസും ഉണ്ടാക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് GVA at മാർക്കറ്റ് പ്രൈസസ് ആണ്. GVA at മാർക്കറ്റ് പ്രൈസസിനെ നമുക്ക് GVA at ഫാക്ടർ കോസ്റ്റിൽ നിന്നുണ്ടാക്കാം. ഓർമ്മിച്ചോണേ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ GVA at ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ച 2 ടാക്സസുകളില്ലേ, ഏതൊക്കെയാണവ? നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് ആൻഡ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. അത് രണ്ടും കൂടി ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? GVA at മാർക്കറ്റ് പ്രൈസസ് ആയി മാറും. അപ്പോൾ നമുക്ക് GVA at മാർക്കറ്റ് പ്രൈസസ് എന്ന സൂത്രവാക്യം എങ്ങനെ എഴുതാം? GVA at മാർക്കറ്റ് പ്രൈസസ് is equal to, okay, GVA at മാർക്കറ്റ് പ്രൈസസ് is equal to GVA at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് പ്ലസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. കമ്പോള വിലയിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത് സമം ഘടക ചെലവിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത് പ്ലസ് അറ്റ ഉൽപാദന നികുതികൾ പ്ലസ് അറ്റ ഉൽപ്പന്ന നികുതികൾ എന്ന് പറഞ്ഞാൽ GVA at മാർക്കറ്റ് പ്രൈസസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ടാക്സസും പ്രൊഡക്റ്റ് ടാക്സസും ഉൾക്കൊള്ളുന്നതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് സൂത്രവാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നത്? GVA at മാർക്കറ്റ് പ്രൈസസ് is equal to GVA at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് പ്ലസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം പറയാൻ പറ്റും. എന്താ കാര്യം പറയാൻ പറ്റുക? GVA at മാർക്കറ്റ് പ്രൈസസ് ആണ് നമുക്ക് തന്നതെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് GVA at ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? സൂത്രവാക്യത്തിൽ നമ്മൾ പ്ലസ് ചെയ്ത വാല്യൂ അല്ല മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ സൂത്രവാക്യം എങ്ങനെ വരും? GVA at ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു GVA at മാർക്കറ്റ് പ്രൈസസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് GVA at ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൽ ഒരു ടാക്സും പെടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ പ്രൊഡക്ഷൻ ടാക്സും പെടില്ല, പ്രൊഡക്റ്റ് ടാക്സും പെടില്ല. അതുകൊണ്ടാണ് അത് രണ്ടും മൈനസ് ചെയ്യുന്നത്. അപ്പോൾ GVA at മാർക്കറ്റ് പ്രൈസസിൽ നിന്ന് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് അതേപോലെ നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് GVA at ഫാക്ടർ കോസ്റ്റ്. ആ ഒരു റിലേഷൻസ് പരസ്പരം നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് വരും. തേർഡ് കോൺസെപ്റ്റ് ഈസ് GVA at ബേസിക് പ്രൈസസ് അല്ലെ, അടിസ്ഥാന വിലകളിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തത്. അത് കാണുന്ന സൂത്രവാക്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GVA at ബേസിക് പ്രൈസസ് ഈസ് ഈക്വൽ ടു GVA at ഫാക്ടർ കോസ്റ്റ്. നമുക്ക് ഫാക്ടർ കോസ്റ്റ് കാണാം. ഫാക്ടർ കോസ്റ്റ് എന്നാണല്ലോ നമ്മൾ GVA at മാർക്കറ്റ് പ്രൈസ് കണ്ടത്. GVA at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നോക്കൂ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. GVA at ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ അറ്റ ഉൽപ്പന്ന നികുതികൾ മാത്രം ചേർത്താൽ അതെന്തായി മാറി? GVA at ബേസിക് പ്രൈസസ് ആയി. അപ്പൊ GVA at ബേസിക് പ്രൈസിന്റെ സൂത്രവാക്യം എങ്ങനെ വരും? GVA at ബേസിക് പ്രൈസസ് ഈസ് ഈക്വൽ ടു GVA at ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? നേരത്തെ പറഞ്ഞിരുന്നുള്ള പ്രത്യേകത എന്താ? GVA at ബേസിക് പ്രൈസസിൽ ഒരിക്കലും
നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് പെടില്ല. ഓർത്തുള്ള GVA അറ്റ് ബേസിക് പ്രൈസസിൽ ഒരിക്കലും എന്ത് പെടില്ല? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് പെടില്ല. ഏത് മാത്രമേ പെടുകയുള്ളൂ? നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് മാത്രമേ പെടുകയുള്ളൂ. Got the point? So the formula is GVA at basic prices is equal to GVA at factor cost plus net production taxes. അറ്റ ഉൽപാദന നികുതികൾ, ഉൽപ്പന്ന നികുതി ഇതിൽ വരില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ GVA at മാർക്കറ്റ് പ്രൈസിന്റെ സൂത്രവാക്യം ബേസിക് പ്രൈസിൽ എങ്ങനെ എഴുതാം? GVA at മാർക്കറ്റ് പ്രൈസ് is equal to GVA at basic prices plus net product taxes. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൊഡക്ഷൻ ടാക്സിന്റെ കൂടെ പ്രൊഡക്റ്റ് ടാക്സ് കൂടി ചേരുമ്പോൾ അതെന്തായി മാറി? GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് ആയി മാറി. അപ്പൊ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ, ഈ 3 കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുള്ള ടെക്നിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസസിൽ 2 ടാക്സസും പെടും. ഏതൊക്കെ പെടും? പ്രൊഡക്റ്റ് ടാക്സസും പെടും, പ്രൊഡക്ഷൻ ടാക്സസും പെടും. ബേസിക് പ്രൈസസിൽ ഏത് മാത്രമേ പെടുകയുള്ളൂ? പ്രൊഡക്ഷൻ ടാക്സസ് മാത്രമേ പെടുകയുള്ളൂ. ഏത് പെടില്ല? പ്രൊഡക്റ്റ് ടാക്സസ് പെടില്ല. 2 ടാക്സസും പെടാതെ പേയ്മെന്റ്സ് ടു ഫാക്ടേഴ്സ് മാത്രമാണെങ്കിൽ അതെന്തായിരിക്കും? ഫാക്ടർ കോസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ഈ 3 കോൺസെപ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഈ 3 കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം ചെയ്തു പഠിക്കേണ്ടതുമാണ്. അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്കൊരു എക്സാമ്പിളിലൂടെ ചെയ്യാൻ ശ്രമിക്കാം. തന്നിരിക്കുന്ന ടേബിൾ ശ്രദ്ധിക്കൂ. ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? GVA അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട്. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസും തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് ആൻഡ് GVA അറ്റ് ബേസിക് പ്രൈസസ്, അല്ലെ? കമ്പോള വിലകളിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തതും അടിസ്ഥാന വിലകളിലുള്ള മൊത്തം മൂല്യം കൂട്ടിച്ചേർത്തതും കാണുക എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം GVA അറ്റ് മാർക്കറ്റ് പ്രൈസസിന്റെ സൂത്രവാക്യം എഴുതുന്നു. എന്താ സൂത്രവാക്യം? GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് ഈസ് ഈക്വൽ ടു, ഏതിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്? GVA അറ്റ് ഫാക്ടർ കോസ്റ്റിൽ നിന്നാണ്. അപ്പോൾ GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് പ്ലസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. അപ്പൊ നമ്മൾ GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ ടേബിളിൽ നോക്കുക, വാല്യൂ എഴുതുക, അതിന്റെ കൂടെ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് കൂട്ടുക, നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസും കൂട്ടുക. ആൻസർ കിട്ടിയല്ലോ. അങ്ങനെയാണ് നമ്മൾ GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് കാണുക. ഇനി എന്താണ് കാണേണ്ടത്? GVA അറ്റ് ബേസിക് പ്രൈസസ് ആണ്. GVA അറ്റ് ബേസിക് പ്രൈസസ് കാണാൻ എന്ത് ചെയ്യണം? സൂത്രവാക്യം എന്താണ്? GVA അറ്റ് ബേസിക് പ്രൈസസ് ഈസ് ഈക്വൽ ടു GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് എന്ത് മാത്രം കൂട്ടിയാൽ മതി? നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്. ഏത് കൂട്ടേണ്ടതില്ല? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് കൂട്ടേണ്ടതില്ല. അപ്പം GVA അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ വാല്യൂ കൊടുക്കുക പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസിന്റെ വാല്യൂ ടേബിളിൽ നോക്കി എഴുതിയെടുക്കുക, അത് കൂട്ടിയിടുക, ആൻസർ കിട്ടും. ഇങ്ങനെയാണ് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് തന്നാൽ GVA അറ്റ് മാർക്കറ്റ് പ്രൈസസും GVA അറ്റ് ബേസിക് പ്രൈസസും നമ്മൾ കണ്ടുപിടിക്കുക. ഗോട്ട് ദ പോയിന്റ്? ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കൂ. അടുത്തൊരു ടേബിൾ തന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആയിട്ടുള്ള ചോദ്യം നോക്കൂ നിങ്ങൾ. എന്താ ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ ടേബിൾ തന്നിരിക്കുന്നത് GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ്, അല്ലെ? പിന്നെ നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ്, നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. അറ്റ ഉൽപ്പന്ന നികുതികളും അറ്റ ഉൽപാദന നികുതികളും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് എന്തൊക്കെ കാണാനാണ്? കാൽക്കുലേറ്റ് GVA അറ്റ് അറ്റ് ബേസിക് പ്രൈസസ് ആൻഡ് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇത് കാണാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ GVA അറ്റ് ബേസിക് പ്രൈസസ് കാണുക? GVA അറ്റ് ബേസിക് പ്രൈസസ് കാണാൻ വേണ്ടി അതിന്റെ സൂത്രവാക്യം എഴുതുക. എന്താ? GVA അറ്റ് ബേസിക് പ്രൈസസ് ഈസ് ഈക്വൽ ടു GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. അതിലേത് മാത്രം മൈനസ് ചെയ്താൽ മതി? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് മാത്രം മൈനസ് ചെയ്താൽ മതി. പ്രൊഡക്ഷൻ ടാക്സ് അതിൽ വരില്ലല്ലോ, പ്രൊഡക്റ്റ് ടാക്സ് അതിൽ വരില്ലല്ലോ ബേസിക് പ്രൈസസിൽ. അതുകൊണ്ടാണ് അത് മൈനസ് ചെയ്യുന്നത്. മൈനസ് ചെയ്യാം, വാല്യൂ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാ GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് കാണുക? GVA അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GVA അറ്റ് മാർക്കറ്റ് പ്രൈസസ് മൈനസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് മൈനസ് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ്. 2 ടാക്സസും മൈനസ് ചെയ്താൽ മതി. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സസ് മൈനസ് ചെയ്യുക, നെറ്റ് പ്രൊഡക്റ്റ് ടാക്സസ് മൈനസ് ചെയ്യുക, എന്നാൽ ആ വാല്യൂ കിട്ടും. ഇത്തരത്തിൽ ഒരു വാല്യൂ തന്ന് അതിൽ നിന്ന് മറ്റു വാല്യൂസ് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അത് നല്ലൊരു മാർക്കിനൊക്കെ 3-4 മാർക്കിനൊക്കെ ഉള്ള ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ക്ലാസ് ശ്രദ്ധിച്ച
മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, മീറ്റ് അഗെയിൻ. താങ്ക് യു.